തിരുവനന്തപുരത്ത് കോൺഗ്രസിൻ്റെ പ്രചരണത്തിൽ ശശി തരൂർ ബഹുദൂരം മുന്നിലായിരുന്നു. പക്ഷേ ചെറിയ പരാതികളൊക്കെ ശശി തരൂരിനുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട പരാതി കോൺഗ്രസിലെ താഴെത്തട്ടിലുള്ള പ്രചരണം വേണ്ടത്ര വേഗത്തിലായോ എന്നൊരു സംശയം ശശി തരൂർ പ്രകടിപ്പിച്ചു. ശശി തരൂർ അതിന് ഉത്തരം കണ്ടെത്തുന്നുണ്ട്. സാധാരണ കോൺഗ്രസ് ഒരു സ്ലോ സ്റ്റാർട്ടറാണ് എന്നാണ് ശശി തരൂർ പറയുന്നത്. അപ്പോൾ സ്ലോ സ്റ്റാർട്ടറായ കോൺഗ്രസിൻ്റെ താഴെത്തട്ടിലുള്ള പ്രവർത്തനം കുറച്ചുകൂടി ഒന്ന് വേഗത്തിലാക്കണം എന്നൊരു പരാതിയും പരിഭവവും ശശി തരൂർ പറഞ്ഞു. നമുക്ക് ആദ്യം ശശി തരൂർ പറഞ്ഞതൊന്ന് കേട്ടുവരാം. എല്ലാവരും ആക്റ്റീവ് ആവുന്നു, പക്ഷേ ചിലവിടെ ആയി കഴിഞ്ഞു, ചിലവിടെ കുറച്ചും കൂടി ഒരു ഊർജ്ജം വരും. ചിലപ്പോൾ നമ്മൾ കോൺഗ്രസ് പാർട്ടിയെക്കുറിച്ച് പറയാറുണ്ട് നമ്മൾ ഒരു സ്ലോ സ്റ്റാർട്ടറാണ്. പക്ഷേ അവസാനത്തിൽ നമ്മളാണ് മുന്നോട്ട് എത്തുന്നത് റേസിൽ. ചില ഭാഗത്തിൽ നല്ലോണം ജനങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്, ചില ഭാഗത്തിൽ അങ്ങനെ എല്ലാവരുടെയും ആവശ്യമുള്ള ഇറക്കം ഉണ്ടായിട്ടില്ല എന്ന് കേട്ടിട്ടുണ്ട്. ചിലവിടെ 2-3 വ്യക്തികൾ മാറിയിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ട് എല്ലാ തിരഞ്ഞെടുപ്പിനും ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ മാറുന്ന കാര്യങ്ങളുണ്ടല്ലോ. ഇതിൽ ഒരു വലിയൊരു പുതിയൊരു അനുഭവമായി ഞാൻ കാണുന്നില്ല. അല്ലമീൻ, വെരി ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി ഈസ്റ്റർ. ശശി തരൂർ പറയുന്നത് സ്ലോ സ്റ്റാർട്ടറാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ താഴെത്തട്ടിൽ പ്രവർത്തനം ശശി തരൂർ ആഗ്രഹിക്കുന്ന രീതിയിൽ അത്ര വേഗത്തിൽ നടക്കുന്നില്ല എന്നൊരു പരാതിയും പരിഭവം അല്ലേ അത്? താഴെത്തട്ടിൽ തരൂരിൻ്റെ പ്രചരണം ശക്തമാണോ എന്നുള്ള ചോദ്യത്തിന് പല പാർട്ടി പ്രവർത്തകരും പറയുന്നത് അത്ര കണ്ട് ചലനാത്മകത താഴെത്തട്ടിൽ ഇല്ല എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ ശശി തരൂർ തന്നെ കഴിഞ്ഞ തവണയും ഈ വിഷയത്തിലൊരു പരാതി പറഞ്ഞിരുന്നു. പ്രാദേശിക തലങ്ങളിൽ വലിയ തരത്തിലൊരു പ്രചരണ പരിപാടികളിലേക്ക് പാർട്ടിയുടെ കീഴ്ഘടകങ്ങൾ ഇറങ്ങുന്നില്ല എന്നുള്ളത്. ഇത്തവണയും ആ പരാതി അത് കഴിഞ്ഞ തവണ പറഞ്ഞ അത്ര കടുത്ത സ്വരത്തിൽ അല്ലെങ്കിൽ പോലും ആ ഒരു പരാതിയും പരിഭവവും ഇപ്പോഴും ശശി തരൂർ പങ്കുവച്ചിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് പ്രചരണം ആരംഭിച്ചിട്ടുണ്ട്, പ്രവർത്തകർ ഇറങ്ങിയിട്ടുണ്ട്, പക്ഷേ ചിലയിടങ്ങളിൽ കുറച്ചുകൂടി ആക്റ്റീവാകാൻ ഇറങ്ങേണ്ട രീതിയിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു ആവേശം കണക്കിലെടുത്തുകൊണ്ട് രംഗത്തേക്ക് ഇറങ്ങേണ്ട രീതിയിലേക്ക് ഇറങ്ങിയിട്ടില്ല. ഒരുപക്ഷെ ഇനിയുള്ള ദിവസങ്ങളിൽ അങ്ങനെ ഇറങ്ങിയേക്കുമെന്നുള്ള പ്രതീക്ഷ കൂടി അദ്ദേഹം പങ്കുവെക്കുകയാണ്. സ്ലോ സ്റ്റാർട്ടറാണ് കോൺഗ്രസ്, അത് ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് വ്യക്തമാകുമെന്നും അദ്ദേഹം ഒരു മയപ്പെട്ട രൂപത്തിലാണ് പറയുന്നതെങ്കിൽ പോലും കൃത്യമായ പരാതിയും പരിഭവവും അദ്ദേഹത്തിനുണ്ട്. കാരണം പലപ്പോഴും തരൂർ മണ്ഡലത്തിൽ സജീവമല്ല, പാർട്ടി കീഴേ ഘടകങ്ങളുമായി അത്ര വലിയ ബന്ധം അദ്ദേഹം സ്ഥാപിക്കുന്നില്ല, അവർക്ക് ഒരു പെട്ടെന്ന് ചെന്നെത്താവുന്ന തരത്തിലൊരു അക്സസിബിൾ ആയിട്ടുള്ള നേതാവല്ല എന്നൊക്കെ അടക്കമുള്ള പരാതികൾ നേരത്തെ തന്നെ കീഴ്ഘടകങ്ങൾ നേതൃത്വത്തിന് മുന്നിൽ ഉന്നയിച്ചതാണ്. ഒരുപക്ഷെ അതൊക്കെ കൊണ്ട് പല താഴെ ഘടകങ്ങളും വിട്ടുനിൽക്കുന്നുണ്ടോ എന്നുള്ളതും ഒരു സംശയമാണ്. രാജീവ് ചന്ദ്രശേഖറിൻ്റെയും അതുപോലെ പന്ന്യൻ രവീന്ദ്രൻ്റെയും ഒക്കെ വലിയ കട്ടൗട്ടുകളും ഫ്ലക്സ് ബോർഡുകളും നഗരത്തിൻ്റെ പലയിടങ്ങളിലും പൊങ്ങിയിട്ടുണ്ടെങ്കിലും സിറ്റിംഗ് എം പി ആയ തരൂരിനെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു പ്രചണ്ഡ പ്രചാരം ഇതുവരെയും കണ്ടിട്ടില്ല, പ്രകടമായിട്ടില്ല. അദ്ദേഹം പറയുന്നത് അങ്ങനെ ഒരു പ്രചാരണം നടത്തേണ്ട ആവശ്യം തനിക്കില്ല, കഴിഞ്ഞ 15 വർഷമായി ജനങ്ങളോടൊപ്പം നിൽക്കുന്നു എന്നുള്ള ഒരു ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ പരാതി പരിഭവം താഴെത്തട്ടിൽ ഇനിയും സജീവമാകാനുണ്ട് എന്നുള്ള അഭിപ്രായം അത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ വ്യക്തമാണ്. കഴിഞ്ഞ വർഷം ഇതേ അഭിപ്രായം കുറച്ച് കടുത്ത സ്വരത്തിലാണ് അദ്ദേഹം പങ്കുവച്ചത്. ഇത്തവണ കുറച്ച് മയപ്പെട്ട രീതിയിൽ അഭിപ്രായം പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും താഴെത്തട്ടിൽ പ്രചരണം കുറെ കൂടി സജീവമാകേണ്ടതുണ്ട്. കോൺഗ്രസിന്റെ താഴെത്തട്ടിലുള്ള പ്രവർത്തനം താൻ വിചാരിക്കുന്ന അത്ര വേഗത്തിലല്ല എന്നതാണ് ശശി തരൂർ പറയുന്നത്. പക്ഷേ ഒരു സ്ലോ സ്റ്റാർട്ടർ ആയതുകൊണ്ട് കോൺഗ്രസ് ഇനി അങ്ങോട്ട് ഉണർന്നു വരും. ഇനിയിപ്പോൾ ഈസ്റ്ററൊക്കെ കഴിഞ്ഞാൽ കോൺഗ്രസും ശക്തമായിട്ട് തന്നെ കളത്തിലിറങ്ങും. മറുഭാഗത്ത് ക്യാപ്റ്റൻ കളത്തിലിറങ്ങിയെന്നാണ് LDFിൻ്റെ പ്രചരണം. രാഹുൽ ഗാന്ധി കൂടെ വരുന്നതോടുകൂടി കോൺഗ്രസുകാർക്ക് കുറച്ചുകൂടി ഊർജ്ജം വരും എന്ന കാര്യത്തിൽ സംശയമില്ല.